من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله العظيم القدرة والشان، شديد البطش والبرهان، وحافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉസ്താദുമാരെ, സയ്യിദന്മാരെ, സാദാത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, റഹീമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാൻ നമ്മുടെ ഈ കൂടലും പിരിയലും ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് സവാബ് ഇരട്ടിയാക്കപ്പെടുന്ന അമലുകളിൽ അല്ലാഹു ഇതൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഉദ്ദേശം സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഭിനന്ദരായ ചെയർമാൻ, ഒന്നിരായ സെയ്ദ് പൂക്കോയ തങ്ങൾ ബാലവി അവരുടെ നേതൃത്വത്തിൽ ദിക്ർ, ദുആ, ആത്മീയ മജ്ലിസിന് ശേഷമാണ് നമ്മൾ ബിശ്റാഖുൽ യൗമിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നല്ല അമലുകളായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. പറയുന്നതനുസരിച്ചും കേൾക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിതത്തിൽ പകർത്താനുമൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വെച്ച് തരുന്നത്. നാട്ടിലിവിടെ 12 മണി ആകാനായി. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ മുസ്ലിം ഭവനം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ജീവിതഗന്ധിയായൊരു വിഷയം. എങ്ങനെയായിരിക്കണം മുസ്ലിം ഭവനം? ഒരു വീടാകൽ എങ്ങനെയാണ്? അതും ഒരു മുസ്ലിം വീട് ഏത് രീതിയിലുള്ളതാകണം? എന്തൊക്കെ ചേരുവകൾ കൂടി ചേരുമ്പോഴാണ് ഒരു വീട് യഥാർത്ഥത്തിലുള്ള മുസ്ലിം വീട് ആകുന്നത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് ഇതിലെ ഒരു ഭാഗം മാത്രമാണ്, ഒരു പാർട്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ഒരു വീട്, ഒരു ഭവനം, അത് നന്മകളുടെ ഭവനമായിരിക്കണം. അവിടെ വിളയാടേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചറിയുന്ന, റബ്ബിനെ മനസ്സിലാക്കുന്ന, ഓർക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു വീട് ഉണ്ടാകണമെങ്കിൽ ആ വീട്ടിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ദീനി വിജ്ഞാനമുള്ള, അറിവുള്ള ആളുകൾ ആ വീട്ടിലുണ്ടായിരിക്കുക എന്നത്. ദീനിനെ കുറിച്ചുള്ള ബോധവും അറിവും അത് ഒരു വീടിനെ ഒരു മുസ്ലിം വീടാക്കാൻ ഏറെ ഉപകരിക്കും. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഒരു വീട്ടിൽ വിജ്ഞാനമുള്ള ആളുകൾ,
അവരുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വീട് ഒരു നല്ല വീടായി മാറുന്നത്, ഒരു മുസ്ലിം ഭവനമായി മാറുന്നത്. അറിവെന്ന് പറയുമ്പോൾ നമ്മൾ ഏറെ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഒരുപാട് പ്രഭാഷണങ്ങളിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നും നമ്മുടെ വായനകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അറിവിനെ കുറിച്ച്. അറിവ് എന്നത് മനുഷ്യനെ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന ഒന്നാണ്. ഗൂഗിളിലൊക്കെ അതിന്റെ ഡെഫിനിഷൻ, എഡ്യൂക്കേഷൻ, അറിവ് എന്നതിന്റെ ഡെഫിനിഷൻ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ ബിക്കം റെസ്പോൺസിബിളി മെച്യൂർ മെമ്പേഴ്സ് ഓഫ് ദെയർ കമ്മ്യൂണിറ്റി എന്നാണ്. താൻ അധിവസിക്കുന്ന സമൂഹത്തോട്, താൻ ഏത് സമുദായത്തിലാണ്, ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ആ സമുദായത്തോടും സമൂഹത്തോടുമൊക്കെ പ്രതിബദ്ധതയുള്ള, ഉത്തരവാദിത്തമുള്ള, വളരെ പക്വമായ രീതിയിൽ പെരുമാറുന്ന മെമ്പർമാരെ വാർത്തെടുക്കുക. അതാണ് സത്യത്തിൽ അറിവ്, വിജ്ഞാനം എന്ന് പറയുന്നത്. കേവലം ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരുപാട് വിവരങ്ങൾ കിട്ടും, ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരുപാട് വിവരങ്ങൾ കിട്ടും. യഥാർത്ഥത്തിലുള്ള അറിവ് എന്നത്, പഠനം എന്നത് അതൊരു പ്രോസസ്, ഒരു മനുഷ്യനെ സത്യത്തിൽ ധാർമ്മിക ബോധമുള്ളവനാക്കി തീർക്കുകയാണ് ഓരോ അറിവും ചെയ്യുന്നത്. കണക്കുകൾ പ്രകാരം ലോകരാഷ്ട്രങ്ങളുടെ വരുമാനത്തിന്റെ 1/3 അത് ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. ഓരോ നാടും ആ നാട്ടിലെ സമ്പത്തിന്റെ 1/3 ഭാഗം ചെലവഴിക്കുന്നത് അറിവിന് വേണ്ടിയാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. എന്നാൽ ഒരു വിദ്യാഭ്യാസം എന്നത് അത് നിരർത്ഥകമായ, യാതൊരു അർത്ഥമില്ലാത്ത, ശൂന്യമായ, ഫലമില്ലാത്ത ഒരു വിദ്യാഭ്യാസമായി മാറുന്നത് സത്യത്തിൽ അതിൽ മതബോധത്തിന്റെയും ധാർമ്മിക ചിന്തയുടെയും ഒക്കെ അഭാവമാണ്. മതത്തെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ, ധാർമ്മികമായ ചിന്തയും ധാരണയും ഇല്ലാത്ത ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ കൂടി താമസിക്കുന്നിടത്ത് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. അതുകൊണ്ട് ഒരു മുസ്ലിം ഭവനത്തിൽ ആദ്യം വേണ്ടത് അറിവുള്ളയാളാണ്, വിജ്ഞാനമുള്ളയാളാണ്, ദീനീ ബോധമുള്ളയാളാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി ചോദിക്കുന്നത്, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ചോദിക്കുകയാണ്, ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഹൽ യസ്തവില്ലദീന യഅലമൂൻ, അറിയുന്നവരെങ്ങനെയാണ് സമമാവുക, വല്ലദീന ലാ യഅലമൂൻ, അറിയാത്തവരോട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും എങ്ങനെയാണ് സമമാവുക നബിയെ എന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്. അറിവിന് വലിയ പ്രാധാന്യമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുന്നത്. മഹാനായ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മിൻഹാജിന്റെ തുടക്കത്തിൽ വളരെ മനോഹരമായി പറയുന്നു, ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽം ലമിൻ അഫ്ളലി തആത്ത് വമിൻ ഔലാ മാ ഉൻഫിഖതു ഫീഹി നഫായിസുൽ ഔഖാത്ത്. എത്ര മനോഹരമായിട്ട് അറിവിനെ കുറിച്ച് പറഞ്ഞത്. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽം, തീർച്ചയായും അറിവ് കൊണ്ട് വ്യാപൃതനാവൽ എന്നത് ലമിൻ അഫ്ളലി തആത്ത്, തആത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, വഴിപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലമിൻ അഫ്ളലി തആത്ത്. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി ലമിൻ അഫ്ളലി തആത്ത്, അറിവ് കൊണ്ട് വ്യാപൃതനാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുടരുകയാണ്, വമിൻ ഔലാ മാ ഉൻഫിഖതു ഫീഹി നഫായിസുൽ ഔഖാത്ത്, വമിൻ ഔലാ മാ ഉൻഫിഖതു ഫീഹി നഫായിസുൽ ഔഖാത്ത്. സമയങ്ങളിൽ നിന്ന് എണ്ണപ്പെട്ട ഓരോ സമയങ്ങളിലും നമ്മൾ ചെലവഴിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അറിവുള്ളയാൾ എന്നും ഉന്നതനായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അവന് വലിയ സ്ഥാനമാണ് അല്ലാഹു കൽപ്പിച്ചു വെച്ചിട്ടുള്ളത്. ലാ യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും
വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു പറയുകയാണ്, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. ഈമാനുള്ള ആളുകളെ, അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായ ബോധമുള്ള ആളുകളെ, റബ്ബിനെ പേടിയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. പിന്നെയോ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അറിവുള്ള, വിജ്ഞാനമുള്ള, മതബോധമുള്ള, ധാർമ്മിക ചിന്തയുള്ളയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ മലാഖമാര് പോലും അറിവ് തേടി പോകുന്ന ആൾക്ക് ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നൽ മലായിക ലതളഉ അജ്നിഹതഹാ റിളൻ ലിതാലിബിൽ ഇൽമ്. അറിവിനെ തേടി പോകുന്ന ആളുകൾ, അറിവിന്റെ പിന്നാലെ സമയം ചെലവഴിച്ച് അറിവിനു വേണ്ടി അറിവാളനെ തേടി പോകുമ്പോ മാലാഖമാര് അവരുടെ ചിറകിനെ താഴ്ത്തിക്കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അറിവിനെ ഏറെ പ്രോത്സാഹിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. മുസ്ലിമായ ഓരോ മനുഷ്യന്റെയും, മുസ്ലിമത്തായ ഓരോ മനുഷ്യന്റെയും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി അവന് ഉണ്ടാകേണ്ട ഒന്നാണ് അറിവിനെ തേടുക എന്നത്. അറിവിന്റെ വഴിയെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുക്കും. അപ്പോ കൃത്യമായി അറിവുള്ള ഒരാള്, അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ളയാള്, റബ്ബിനെ കുറിച്ച് പേടിയുള്ളയാള്, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അതെങ്ങനെയാണ് ഉണ്ടാവുക? അത് തീർത്തും ധാർമ്മികമായ ഇൽമ് കൊണ്ട്, ധാർമ്മികമായ ബോധം കൊണ്ട്, മതബോധം കൊണ്ട് മാത്രമാണ് ഉണ്ടാവുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ തഗ്ദു ഫതതഅല്ലമ ബാബൻ മിനൽ ഇൽമി ഖൈറുൻ മിൻ അൻ തുസല്ലിയ മിഅത റക്അത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ പോവുക, എന്നിട്ട് നിങ്ങൾ ഫതതഅല്ലമ ബാബൻ മിനൽ ഇൽമ്, അറിവിൽ നിന്ന് ഒരു പാഠം നിങ്ങൾ പഠിക്കുക. അത് എന്ത് അറിവാവട്ടെ, അറിവിൽ നിന്ന് നിങ്ങൾ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഖൈറും മിൻ അൻ തുസല്ലിയ മിഅത റക്അത്തിൻ, 100 റക്അത്ത് നീ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച് നിന്റെ കാലുകളും കടയുന്നത് വരെ, പാദങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത് വരെ നീ നിന്ന് നിസ്കരിക്കുന്ന 100 റക്അത്തുകളേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, റബ്ബിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ നിനക്ക് സാമീപ്യമുണ്ടാക്കുന്നത് നീ ഇൽമിൽ നിന്നുള്ള, അറിവിൽ നിന്നുള്ള ഒരു പാഠം പഠിക്കലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിഫായത്തുൽ അദ്കിയായിൽ മഹാനായ ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ബാബും മിനൽ ഇൽമി യതഅല്ലമുഹു റജുൽ ഖൈറുൽ ലഹു മിനദ് ദുനിയ വമാ ഫീഹാ. ഒരു മനുഷ്യന് ഏറ്റവും നല്ലത് ദുനിയാവിലും അതിനേക്കാൾ ഉപരിയായ ലോകത്തെന്തൊക്കെയുണ്ടോ അതിനേക്കാൾ ഒരു മനുഷ്യന് ഏറ്റവും ഖൈറാണ് ബാബും മിനൽ ഇൽമ്, അറിവിൽ നിന്നുള്ള ഒരു ഭാഗം, ഒരു ചെറിയ അറിവ്, അത് പഠിക്കലും അത് മനസ്സിലാക്കലും അത് ദുനിയാവിലുള്ള സകലമാന വസ്തുക്കളെക്കാളും ഉന്നതവും അത്യുദാത്തവുമാണെന്ന് മഹാനായ ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹുവിനെ റിവായത്ത് ചെയ്തുകൊണ്ട് കിഫായത്തുൽ അദ്കിയയിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇതേ ആശയം വെച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ബാബും മിനൽ ഇൽമി നതഅല്ലമുഹു അഹബ്ബു ഇലൈനാ മിൻ അൽഫി റക്അത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നീ അറിവ് പഠിക്കൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റാസിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം, ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫഅവഹല്ലാഹു ഇലൈഹി അന്നഹു ലം യബ്ഖ മിൻ ഉംരി ഹാദാ റജുൽ ഇല്ലാ സഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ കുറിച്ച് അഷ്റഫുൽ ഖൽഖിന് വഹി എത്തിച്ചു കൊടുക്കുകയാണ്. എന്താ വഹി എത്തിച്ചു കൊടുക്കുന്നത്? ഫഅവഹല്ലാഹു ഇലൈഹി അന്നഹു ലം യബ്ഖ മിൻ ഉംരി ഹാദാ റജുൽ ഇല്ലാ സഅ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, നിങ്ങൾ ദീനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ, നിങ്ങളുടെ മുമ്പിലുള്ള ഈ മനുഷ്യൻ, ലം യബ്ഖ മിൻ ഉംരി ഹാദാ റജുൽ ഇല്ലാ സഅ, ഈ മനുഷ്യന് ആകെ 1 മണിക്കൂർ മാത്രമാണ് ജീവിക്കാനുള്ളത്.
ഒന്നാലോചിച്ച് നോക്കണം. ആകെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ മനുഷ്യന് ഭൂമി ലോകത്ത് ജീവിക്കാനുള്ളത് കേവലം 1 മണിക്കൂർ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇയാളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ എനിക്ക് വഹി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി 1 മണിക്കൂർ മാത്രമാണ് ആയുസ്സുള്ളത്. അപ്പോൾ ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ ഔഫഖ അമലിൻ ലി ഫി ഹാദിഹി സഅ. ഞാൻ മരിക്കാൻ കേവലം 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമല്, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് ഏറ്റവും സ്വീകാര്യതയുള്ള കർമ്മം, എന്റെ ജീവിതത്തിന് തന്നെ വിജയത്തിന് നിദാനമാകുന്ന ഒരു കർമ്മം അതേതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ദുല്ലനി അലാ ഔഫഖ അമലിൻ ലി ഫി ഹാദിഹി സഅ. ഈ സമയത്ത് ചെയ്യാനുള്ള ഏറ്റവും മികച്ച കർമ്മം അതെന്താണ്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ഇസ്തഗിൽ ബിത്തഅല്ലും ഫസ്തഗിൽ ബിത്തഅല്ലും. ഈ 1 മണിക്കൂറിൽ നിനക്ക് വിജയത്തിന് നിദാനമാകുന്നത് നീ ഇൽമുമായി ബന്ധപ്പെട്ടോ, നീ അറിവുമായി ബന്ധപ്പെട്ടോ, അറിവിന്റെ സാഗരപ്പരപ്പില് നീ നീന്തി തുടിച്ചോ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയം പറയുമ്പോ ഈ മനുഷ്യന്റെ ആയുസ് 1 മണിക്കൂർ മാത്രമെന്ന് പറയുമ്പോൾ അസ്ർ കഴിഞ്ഞിരുന്നു, മഗ്രിബ് ആകുന്നതോടുകൂടി വഖുബിദൽ ഖബ്ലൽ മഗ്രിബ് എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അറിവിന് വലിയ പ്രാധാന്യമുണ്ട്, ദീന് വലിയ പ്രാധാന്യമാണ് അറിവിന് നൽകിയിട്ടുള്ളത്, അല്ലേ? സമയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂൽ ഇദാ ജാഅത് ഖലിബുൽ ഇൽമി അൽ മൗത്ത് വഹുവ അലാ ഹാദിഹിൽ ഹാല ഷഹീദ്. ഒരു മനുഷ്യൻ അറിവിന്റെ വഴിയിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ പിന്നീട് മരണത്തിന്റെ മാലാക വന്ന് അവസാനം മരണത്തിനോട് അവൻ മല്ലടിച്ച് ഒടുവിൽ അല്ലാഹുവിലേക്ക് യാത്രയാകുമ്പോ അവന് ഷഹീദിന്റെ പദവിയുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിന് വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുകയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു عن رسول الله صلى الله عليه وسلم من نفس عن مؤمن كربة من كرب الدنيا. ആരെങ്കിലും ഒരാൾ തീർത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ കുർബത്തൻ മിൻ കുറബി ദുനിയ, ദുനിയാവിന്റെ വല്ല പ്രശ്നങ്ങളും, കടം, പ്രതിസന്ധി, പ്രശ്നങ്ങൾ, എന്തെങ്കിലും ടെൻഷനുകൾ, ഇതൊക്കെ നീ തീർത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ നീ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ, ഹുഫാതൻ ഉറാതൻ ഗർല, കാലിൽ ചെരുപ്പില്ലാതെ നഗ്നരായി വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെ ഖിയാമത്ത് നാളിൽ നിനക്ക് മാറ്റിത്തരും. എന്നിട്ട് അതിനുശേഷം പറയുന്നു, വമൻ യസ്സറ അലാ മഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ തൊട്ട് എളുപ്പമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ദുനിയാവിലെയും ആഖിറത്തിലെയും സകലമായ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. അതിനടുത്ത വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ. അറിവിന്റെ മാർഗത്തിലേക്ക് ആരെങ്കിലും കാലെടുത്തു വച്ചാൽ, അറിവിന്റെ മാർഗത്തിലൂടെ ആരെങ്കിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ, സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, അള്ളാന്റെ അടുക്കല് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ, ആ ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ആ മോചിപ്പിക്കുന്നയാള് ആളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീന, അറിവ് പഠിക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പുതിയ കാലത്ത് അറിവൊന്നും പഠിക്കാൻ ആളെ കിട്ടാത്ത കാലാണ്. ആളുകൾ കുറഞ്ഞു. നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങളും
ഗിരിപ്രഭാഷണങ്ങളും വരപ്രഘോഷണങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലൂടെയൊക്കെ അങ്ങാടിയിലൂടെയൊക്കെ പിന്നെ ഇറങ്ങിയാൽ ആകെ കാണാൻ കഴിയുന്നത് പ്രഭാഷണങ്ങളുടെ വേദികളാണ്. അതിനെ പരിചയപ്പെടുത്തുന്ന ഫ്ലെക്സുകളും ബാനറുകളും നോട്ടീസുകളും പോസ്റ്ററുകളാണ്. അത് നാടായ നാട്, നഗരങ്ങളായ നഗരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്താണ് ഒരു റിസൾട്ട്? എന്താണ് അതില്ലാത്തത്? അവസാനം ഒരു നതീജ, ഒരു ഫലം, അതെന്താണ് ഇല്ലാത്തത്? നമ്മൾ കുറേ പിന്നെ അറിവിന്റെ വേദികൾ സംഘടിപ്പിക്കും, ഇൽമിന്റെ മാർഗങ്ങൾ നമ്മൾ സംഘടിപ്പിക്കും. പക്ഷേ ആളുകൾക്കൊന്നും വല്ലാതെ മാറ്റം വരുന്നില്ല. മാറ്റം ഉണ്ടാകുന്നു, വളരെ കുറഞ്ഞ മാറ്റം മാത്രമാണ് ഉണ്ടാകുന്നത്. എല്ലാവരും ഭൗതികമായ സുഖാഡംബരങ്ങൾക്ക്, ആസ്വാദനങ്ങൾക്ക് പിന്നിലാണ്. അതിനാൽ അല്ലേ, അങ്ങനെയാണ് ഇൽമിന്റെ സദസ്സുകളിൽ കാര്യമായ ഇൽമ് പറയുന്നിടത്ത് ആരെയും കാണൂല. ആരുടെയെങ്കിലൊക്കെ പിന്നെ അകത്തറച്ചിക്ക് തട്ടുന്ന വർത്താനം പറയുന്ന എവിടെ ഉണ്ടെങ്കിലും അവിടെ ഒന്നിരിക്കാൻ ആരും തയ്യാറാവില്ല. മുഅ്മിന് സ്വയം ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വയം ചിന്തിക്കാൻ, സ്വന്തത്തെക്കുറിച്ച്, സ്വത്വത്തെക്കുറിച്ച്, നഫ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ആരെങ്കിലും ഒരാള് സ്വത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അവന്റെ ലോകരക്ഷിതാവായ തമ്പുരാനെ മനസ്സിലാക്കി എന്നാണ്. ഇൽമ് കുറഞ്ഞാൽ പിന്നെ സംഭവിക്കുക ഖിയാമത്ത് നാളാണ്. ഇൽമ് കുറയുന്നയാൾ ഉണ്ടായി, ഇൽമ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ ഖിയാമത്ത് നാളാണ്. അല്ലെ, ഖിയാമത്ത് നാളിന്റെ അടയാളമായി മഹാന്മാരെ എണ്ണിയതിൽപ്പെട്ടതൊന്ന് ഇൽമ് ഉയരലാണ്. ഇൽമ് ഉയരലാണ്. എത്രത്തോളം മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാം വന്ന കാലത്ത് ആളുകൾക്ക് പഠിപ്പിക്കുന്നത് പോലെ ഒരു വസ്ത്രം, ആ വസ്ത്രത്തും അങ്ങനെ നെയ്യുന്നതൊക്കെ തുന്നുന്നതൊക്കെ പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന അവസ്ഥ പിന്നീട് വരുമെന്ന് മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. ഹത്താ ലാ യദ്രി മാ സിയാം, എത്രത്തോളം എന്ന് വെച്ചാൽ നോമ്പ് എന്താണെന്നറിയാത്ത ആളുകൾ, വലാ സ്വലാത്ത്, നിസ്കാരം എന്തെന്നറിയാത്ത ആളുകൾ, വലാ നുസ്ക്, അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ, വലാ സദഖ, സദഖയെക്കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ വരും. എന്നിട്ടോ വബഖിയ മിനൻ നാസി അശ്ശൈഖുൽ കബീറു വൽ അജൂസുൽ കബീറ. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു വയസ്സനുണ്ടാകും, അല്ലെങ്കിൽ ഒരു വയസ്സത്തി ഉണ്ടാകും. ഈ വയസ്സനും വയസ്സത്തി എന്താ പറയാന്നറിയോ? യഖൂലൂന, അവര് പറയും ഇങ്ങനെ ഒരു വാക്കൊക്കെ, നിസ്കാരം എന്ന വാക്ക്, നോമ്പ് എന്ന വാക്ക്, സദഖ എന്ന വാക്ക്, അനുഷ്ഠാന കർമ്മങ്ങൾ എന്ന വാക്കൊക്കെ ഞങ്ങളുടെ വാപ്പുപ്പാപ്പാരൊക്കെ പറഞ്ഞു കേട്ടതായി ഞങ്ങൾക്കിങ്ങനെ ഓർക്കുന്നു എന്ന് വരുന്ന തരത്തിലേക്ക് ലോകം മാറിപ്പോവുമെന്ന് മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൽമ് ഉയരൽ സത്യത്തിൽ ഖിയാമത്ത് നാള് വരുമ്പോഴാണ്. ഇൽമ് ഏതൊക്കെ കാലത്ത് നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്നോ അക്കാലത്തോളമൊക്കെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് ആ ഹദീസിന്റെ പിന്നിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷമുള്ള തലമുറ അല്ലാഹു എന്ന വാക്ക് പോലും അറിയാത്തവരായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം വരുന്ന ആളുകൾക്ക് അല്ലാഹു എന്നുള്ള വാക്ക് പോലും അറിയില്ല. അല്ലാഹു എന്ന വാക്ക് പോലും അറിയാത്ത ഒരു കാലം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ ലാ യുഖാലു ഫിൽ അർദി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറയുന്ന, പദം പറയുന്ന, എന്ന വാചകങ്ങൾ പറയുന്ന ഒരു കാലം. ആ കാലം ഇവിടെ ഉള്ളിടത്തോളം കാലം, അതൊക്കെ ഇവിടെ പറയുന്നിടത്തോളം കാലം ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ലാകിൻ ബിലഫ്ളി അല്ലാഹ അല്ലാഹ, ഇങ്ങനെയും കാണാം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ ലാ യുഖാലു ഫിൽ അർദി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിവായത്ത് പ്രകാരം അങ്ങനെയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിവായത്ത് പ്രകാരം അല്ലാഹ അല്ലാഹ, അല്ലാഹ് എന്ന പദം പോലും പറയാൻ ഭൂമി ലോകത്ത് ആളുകൾ ഉണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹിനെ കുറിച്ച് ബോധമുള്ള ആളുകൾ, അറിവുള്ള ആളുകളായിരിക്കണം. നമ്മുടെ കുടുംബത്തിലെ ആദ്യം വേണ്ടത് അറിവുള്ള ആളുകളെ ഉണ്ടാക്കലാണ്. കേവലം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാക്കലല്ല, ദീനി ബോധമുള്ള, ധാർമ്മിക ചിന്തയുള്ള, അള്ളാഹിനെ കുറിച്ച് ബോധവും ബോധ്യവും ഉള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കലാണ് വേണ്ടത്.
അല്ലേ? അക്കാലയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അക്കാലത്ത് ഒരു ശരിയായ സന്താനങ്ങൾ പോലും ഉണ്ടാവില്ല. ഒരു നല്ല സന്താനം പോലും ഓരോ കുടുംബത്തിലുണ്ടാവില്ല. എല്ലാവരും ജാരസന്തതികളായിരിക്കുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം പരിശുദ്ധമായ ഖുർആൻ വരെ അള്ളാഹുവിന്റെ അർശിലേക്ക് മടങ്ങുമെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നു. അത് തേനീച്ച മൂളുന്നത് പോലെ ഒരു മൂളൽ ശബ്ദമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനോട് ആ സമയത്ത് ചോദിക്കുമത്രേ, നിനക്ക് എന്ത് പറ്റി ഖുർആൻ, എന്ത് പറ്റി ഖുർആൻ എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ ഖുർആൻ പറയും, നിന്നിൽ നിന്നാണ് ഞാൻ പുറപ്പെട്ടത്, നിന്നിലേക്ക് തന്നെ ഞാൻ ഇതാ മടങ്ങി വന്നിരിക്കുന്നു. എന്നെ ഓതാനോ, എന്നെ ഒരു നോക്ക് മറിച്ചു നോക്കാനോ, എന്നെ കുറിച്ച് ആലോചിക്കാനോ, എന്റെ മേൽ അമൽ ചെയ്യാനോ ആ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ സമീപ്യത്തിലേക്ക് തന്നെ ഖിയാമത്ത് നാളായാൽ മടങ്ങിപ്പോകുമെന്ന് മഹാനായ ദൈലമി അടക്കമുള്ള ആളുകൾക്ക് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. അങ്ങനെയാണ്. അങ്ങനെ ലോകത്ത് ഒരുപാട് സംഭവിക്കാനുണ്ട്. നന്മയുടെ അടയാളം പോലും ലോകത്ത് നിന്ന് ഇല്ലാതാകും. നന്മയുടെ അടയാളം പോലും ലോകത്ത് നിന്ന് ഇല്ലാതാകും പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ വേണ്ടത് ആദ്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകേണ്ടത് ഒരു നല്ല അറിവുള്ളയാളാണ്. നമ്മുടെ തലമുറയിൽ ഈ ഒരു വിഭാഗം ആളുകൾ പെടാതിരിക്കാൻ, അറിവില്ലാത്ത ആളുകൾ, അല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത ആളുകൾ, പരിശുദ്ധമായ ഖുർആൻ മറിച്ചു നോക്കാത്ത ആളുകൾ, നിസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ചോ സദഖയെക്കുറിച്ചോ പോലും അറിയാത്ത ആളുകൾ നമ്മുടെ തലമുറയിൽ വരാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത്. നമുക്ക് പുതിയ നവലോകക്രമത്തെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കാനും വാചാലമായി ഇന്ന് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന് ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്. ധാർമ്മികത എന്ന് പറയുന്നത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. സമകാലിക സംഭവങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളിൽ നടന്ന വിവിധ കുതൂഹലങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് വരച്ച് കാണിച്ചു തരുന്നത് ഈ ഒരു വിഷയം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു വിഷയം തന്നെയാണ്. ധാർമ്മികത പൂർണ്ണമായും ആരാണ് പിന്നെ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഒരാളോട് സംസാരിക്കണം, പേഴ്സണൽ ഇന്റർഫിയറൻസ് എങ്ങനെയായിരിക്കണം, ഒരാളോട് പെരുമാറുമ്പോൾ, ഒരു സമൂഹത്തോട് സംവദിക്കുമ്പോൾ, ഒരാളുടെ മുന്നിൽ നമ്മൾ പങ്കുവെക്കുമ്പോൾ അതെങ്ങനെയായിരിക്കണമെന്ന ബോധമില്ലാതെ പത്രങ്ങളുടെ മുമ്പിലും ചാനലുകളുടെ മുമ്പിലും വഷളത്തരം സമൂഹത്തിന് ശാപമായി മാറി ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധാർമ്മികത എന്ന് പറയുന്നത് പൂർണ്ണമായും കേവലം തൊപ്പിയും തലകെട്ടും കെട്ടിയതുകൊണ്ട് ഒരാൾ നന്നായിക്കൊള്ളണമെന്നില്ല, കുറെ കിതാബ് അറിയും എന്നതുകൊണ്ട് നന്നായിക്കൊള്ളണമെന്നില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും നിലനിൽക്കുമ്പോഴാണ് ഈ അറിവിനൊക്കെ കൂടുതൽ അതിനൊരു പുതിയ രൂപവും ഭാവവും ഒക്കെ കൈവരിക്കുന്നത്. ഇപ്പൊ ധാർമ്മികത പൂർണ്ണമായും പൂർണ്ണമായും തകർന്നൊരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മുടെ മുമ്പിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളാണ്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. അത് പിന്നെ ഇൽമ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ കഴിയുന്നത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതുകൊണ്ടാണല്ലോ പ്രയോജനകരമായ അറിവ്, വിജ്ഞാനമായിരിക്കണം നമ്മുടെ ഇടയിലൊക്കെ പഠിപ്പിക്കപ്പെടേണ്ടത്. നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, എനിക്ക് ഖറായിബുൽ ഇൽമ് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, ഫർദ് ഐനായ ഇൽമിനെ പറ്റി നിനക്ക് എന്താ അറിയാം? വ്യക്തിപരമായി ചെയ്തിരിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അതാണ് നീ ആദ്യം പഠിക്കേണ്ടത്. എന്നിട്ട് മതി നീ ഖറായിബുൽ ഇൽമ് പഠിക്കേണ്ടത്. അതുകൊണ്ട് നിത്യജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന വിജ്ഞാനങ്ങൾ പഠിക്കാനാണ്. അതിനാണ് നമ്മുടെ സംവിധാനങ്ങൾ. ഞാൻ ഈ മുസ്ലിം ഭവനം എന്ന വിഷയത്തിന്റെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് ഈ ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അറിവുള്ളവരുടെ നമ്മുടെ വീട്ടിലുണ്ടാകണം. നമ്മളൊക്കെ ഒരു വീട്ടിൽ ഒരുപാട് ആളുകൾ പിന്നെ താമസിക്കുന്ന, കൂടിച്ചേർന്ന് ഇഴചേർന്ന് കഴിയുന്ന സംവിധാനത്തിലാണുള്ളത്. ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു വീട് എങ്ങനെയായിരിക്കണം,
ഒരു മുസ്ലിമിന്റെ വീട് ഏത് രീതിയിലായിരിക്കണം, ആ വീട്ടിൽ താമസിക്കുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ അറിവിനെക്കുറിച്ച് കൃത്യമായ ബോധം നമ്മുടെ മക്കൾക്ക് ഇൽമ പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അറിവിന്റെ വാതായനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കണം. അൽഹംദുലില്ലാ, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ സന്തോഷവാന്മാരാണ്. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് റബ്ബിന്റെ അനുഗ്രഹം കൃപകടാക്ഷമായി നമ്മിലൊക്കെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മദ്രസാ സംവിധാനങ്ങൾ, അല്ലേ? മദ്രസാ സംവിധാനങ്ങൾ ദീന് നിലനിൽക്കാൻ, സത്യത്തിൽ ദീന് നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ മദ്രസാ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ പ്രകാശമാണ്. ആ ഒരു പ്രകാശമുണ്ടെങ്കിലാണ് ദുന്യാവിലും ആഖിറത്തിലും ഖബറിലുമൊക്കെ നമുക്ക് പ്രകാശമുണ്ടാവുകയുള്ളൂ. ആ പ്രകാശം ലോകത്ത് നിലനിൽക്കണം. അതിന് കേവലം വിജ്ഞാനം മാത്രം പോരാ, അമൽ ചെയ്യുന്ന വിജ്ഞാനം, ആ പഠിച്ച അറിവിനനുസരിച്ച് അത് പ്രാവർത്തികമാക്കുന്ന അറിവ്, അതാണ് നമ്മളിൽ നിന്നുണ്ടായിരിക്കേണ്ടത്. മുസ്ലിം സമുദായമായ നമ്മൾ ദീനിന്റെ പ്രകാശ ഗോപുരങ്ങളാണ്. ആ പ്രകാശത്തിൽ നിന്നാണ് ലോകം പ്രകാശം കൊളുത്തുവെക്കേണ്ടത്. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിതമായ ആ സമീപനങ്ങളെയൊക്കെ മറ്റുള്ള ആളുകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയെയാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ദീൻ പറഞ്ഞത്, പരിശുദ്ധമായ ദീൻ പറഞ്ഞത് ഇന്നും പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് അതാണ്. ദീന് നിലനിൽക്കണം, അറിവ് നിലനിൽക്കണം, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് ബോധമുള്ള ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നും തന്നെ തുടങ്ങണം, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നമ്മളത് തുടങ്ങണം, അല്ലേ? പരിശുദ്ധമായ ദീൻ നിലനിർത്തുമ്പോൾ നമ്മൾ പ്രകാശമുള്ള ആളുകളായി തീരും. ദീൻ എന്ന പ്രകാശം നമ്മൾ നിലനിർത്തുമ്പോൾ നമ്മുടെ മനസ്സ് പ്രകാശിക്കാൻ തുടങ്ങും. അപ്പോ നമ്മുടെ ഹൃദയം പ്രകാശിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് വന്നപ്പോ മദീനയാകെ പ്രകാശിച്ചു എന്നാണ്. മദീന മുനവ്വറ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. പരിശുദ്ധമായ മദീന എസ്രിബ് പേരുമാറി, മദീന അൽ മുനവ്വറ എന്ന് പേരുമാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ പ്രകാശം പൊലിയുകയും ചെയ്തു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ കാന അൽ-യൗമു അല്ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് കടന്ന അന്ന് അബാഅ മിൻഹാ, മദീനയൊന്നാകെ പ്രകാശിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ മദീനയാകെ ഇരുട്ടിലായി എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അറിവിന് വലിയ പ്രാധാന്യമാണ്. സഹാബത്തിന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ അന്വർത്ഥമാക്കും വിധം ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും മികച്ച കാലക്കാരെന്ന് പറയുന്നത് എന്റെ കാലഘട്ടമാണ്. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, സഹാബികളിൽ നിങ്ങൾക്ക് ആരെയും പിൻപറ്റാവുന്നതാണ്. ആരെങ്ങാനും നിങ്ങൾ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹിദായത്തിന്റെ പാതയിലേക്ക് കയറിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളുടെ കാലഘട്ടം, അമവികളുടെ കാലഘട്ടം, അബ്ബാസികളുടെ കാലഘട്ടം, അങ്ങനെ ഒട്ടോമൻ സാമ്രാജ്യം വരെ പരിശുദ്ധമായ ദീന് വളരെ മനോഹരമായി നിലനിന്നു, അല്ലേ? അവരൊക്കെ ദീന് നിലനിർത്തി. സ്പെയിനിന്റെ തീരത്ത് പരിശുദ്ധമായ ദീനെത്തി. സ്പെയിനിന്റെ മഹാനായ ഖുബത്ത് ബിൻ നാഫിഇന്റെ ചരിത്രമൊക്കെ നമ്മൾ ഏറെ പറയപ്പെടേണ്ടതാണ്. പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ ബിസ്മില്ല കൊണ്ട് കുതിരയെ ഓടിച്ചു പോയ ആളുകളാണ് അവരൊക്കെ. മഹാനായ ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്താണ് ശുറൈഹ് റളിയല്ലാഹു അൻഹു സുപ്രീം കോടതിയുടെ ജഡ്ജിയാകുന്നത്. ആ സമയത്ത് സിഫീനിലേക്ക് യാത്ര പോയി മഹാനായ അലി റളിയല്ലാഹു അൻഹു. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട പടയങ്കി നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ആ പടയങ്കി ഒരു ജൂതന് തിരിച്ചു കിട്ടി. അങ്ങനെ മാർക്കറ്റിൽ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ ആ ജൂതന പടയങ്കി വിൽക്കാൻ ശ്രമിക്കുന്നതായി കണ്ടു. അങ്ങനെ ഖലീഫ പറഞ്ഞു, ഇതെന്റെ പടയങ്കിയാണ്,
ഇതെന്റെ പടയങ്കിയാണ്, ഞാൻ ഉപയോഗിച്ചിരുന്ന പടയങ്കിയാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണമെന്ന് സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ജൂതൻ സമ്മതിച്ചില്ല, ജൂതന് സമ്മതായില്ല. ജൂതൻ പറഞ്ഞു, ഇതിന്റെ കൈവശമുള്ള സാധനമാണ്, ഇത് നിങ്ങൾ ചോദിക്കുമ്പോൾ എടുത്ത് തരാനുള്ളതല്ല എന്ന് പറഞ്ഞു. ജൂതൻ പറഞ്ഞു, കോടതിയിൽ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തരാം, കോടതിയിൽ നിങ്ങൾ വന്ന് പറഞ്ഞോളൂ. കോടതിയിൽ അങ്ങനെ മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കോടതിയിൽ കയറി. എന്ന് ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു ആണ്, സ്വന്തം നാട്ടിലെ ഭരണാധികാരിയാണ്. പിന്നെ കോടതിയിൽ കയറ്റി ചോദ്യം ചെയ്യുന്നത് ആധുനിക മേലാളന്മാർക്കും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ വലിയ മറുപടിയാണ് ഇതിന് പിന്നിലുള്ളത്. ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് തെളിവ് നൽകാൻ വേണ്ടി ശുറൈഹ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. 2 സാക്ഷികളെയാണ് ഹാജരാക്കിയത്. ഒന്ന് മഹാനായ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു, 2 അടിമയാണ്. ഒന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഹാജരാക്കി, 2 സ്വന്തം അടിമയെ ഹാജരാക്കി. ഖാദി ഉടനെ പറഞ്ഞു മകന്റെ സാക്ഷിത്വം സ്വീകാര്യമല്ല. നിങ്ങളുടെ മകനായ ഹസനെ കൊണ്ടുവന്നു റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും സാക്ഷിത്വത്തിന് അർഹനല്ല, കാരണം നിങ്ങളുടെ മകനാണ്. പിന്നെ നിങ്ങൾ ഹാജരാക്കിയിട്ടുള്ളത് ഒരടിമയെയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്ത് പ്രകാരം നിങ്ങൾ ഹാജരാക്കിയിട്ടുള്ള അടിമയുടെ അരസാക്ഷിത്വം മാത്രമാണ് ആകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേറെ സാക്ഷിയെ ഹാജരാക്കണം. 2 സാക്ഷി കൃത്യമായി വേണമല്ലോ. അതുകൊണ്ട് ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്നൽ ഹസന വൽ ഹുസൈന സയ്യിദ ശുബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് എന്റെ പ്രിയപുത്രന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരാളുടെ സാക്ഷിത്വം പോരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിനെടുത്ത് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ശുറൈഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പരലോകത്തെ കാര്യമാണ്. നിങ്ങൾ പറയുന്നത് പരലോകത്തെ കാര്യമാണ്. ഇവിടെ കോടതിയില്, ദുന്യാവിലെ കോടതിയിൽ പിതാവിന് വേണ്ടി മകന്റെ സാക്ഷിത്വം സ്വീകരിക്കപ്പെടൂല, വേറെ സാക്ഷികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കിക്കോളൂ എന്ന് ജൂതനോട് സത്യം ചെയ്തിട്ട് പടയങ്കി എടുത്തോളാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ ജൂതന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഇതായിരുന്നു ദീന് കാണിച്ചു തന്ന മാർഗം എന്ന് പറയുന്നത്. ദീന് കാണിച്ചെന്ന മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അറിവുള്ള ആളുകൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകണം, നമ്മുടെ തലമുറയിൽ ഉണ്ടാകണം, നമ്മുടെ വീട്ടിലുണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീട് യഥാർത്ഥത്തിലുള്ള വീടായി മാറുന്നത്. അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ. ഇൽമിന് വലിയ പ്രാധാന്യമില്ലേ പരിശുദ്ധമായ ദീന് നൽകിയത്? ഇൽമിന് വലിയ പ്രാധാന്യമില്ലേ? സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? ഈമാനാണ് ഏറ്റവും വിലപ്പെട്ടത്. ഈമാനെ കണ്ടെത്തുകയും ഈമാനെ മനസ്സിലാക്കുകയും അറിയുകയൊക്കെ ചെയ്തയാള്, അതാണ് അവനാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ നയിക്കാൻ പറ്റുക. അവൻ മൊഴിയുന്ന ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആദർശവാചകമായ തൗഹീദിൽ ഒതുങ്ങിയിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഒതുങ്ങിയിരിക്കണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ടാണല്ലോ ഇഫ്തഹു അലാ സുബിയാനിക്കും, നിങ്ങളുടെ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടുകൊണ്ടായിരിക്കണം കുഞ്ഞ് കണ്ണു തുറക്കേണ്ടത്. നിങ്ങൾ മരിക്കുന്ന സമയത്ത് ലഖ്നു ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം ഒരു മനുഷ്യന്റെ അവ്വൽ കലാമും ആഖിർ കലാമുമായി കഴിഞ്ഞാൽ ثم عاش ألف سنة, എന്നിട്ട് ഈ മനുഷ്യൻ 1000 കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ മനുഷ്യനോട് അവൻ ചെയ്ത ഒരു തെറ്റിനെ പോലും, ഈ 1000 കൊല്ലം ചെയ്ത തെറ്റിനെ പോലും ചോദിക്കുകയില്ല എന്ന് മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി ആദ്യവും അവസാനവും കേൾക്കപ്പെടുന്നത് ഈമാന്റെ വാക്കുകളായിരിക്കണം, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ നവജാത ശിശുവിന്റെ കാതിൽ ബാങ്ക് കൊടുക്കാനും മരണാസന്നനായ മനുഷ്യന്റെ അടുത്ത് ദിക്ർ ചൊല്ലിക്കൊടുക്കാനൊക്കെ നിർദ്ദേശിക്കപ്പെട്ടത്. പരിശുദ്ധമായ ദീന് പറഞ്ഞതുകൊണ്ടാണ്.
അവസാനം വരെ നമ്മുടെ മക്കളുടെ ഈമാൻ നിലനിന്ന് കിട്ടണം. നമ്മുടെ മക്കളുടെ ഈമാൻ നിലനിന്ന് കിട്ടണം. നമ്മുടെ ഈമാൻ നിലനിന്ന് കിട്ടിയാൽ നമുക്ക് വേറെന്ത് നഷ്ടമായാലും പരലോകമോക്ഷം പ്രതീക്ഷിക്കാൻ പറ്റും. പരലോകമോക്ഷം പ്രതീക്ഷിക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ മുഅ്മിനീങ്ങളായി തീരണം. വിശേഷിച്ച് നമ്മുടെ മക്കൾ അത് മുഅ്മിനീങ്ങളായെങ്കിൽ മാത്രമാണ് നമുക്ക് അവരിൽ നിന്ന് ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ നമുക്ക് വല്ലതും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈമാനുണ്ടോ? നമ്മുടെ മക്കൾക്ക് ഈമാനുണ്ടോ? ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഈമാനുണ്ടോ എന്ന് ചോദിച്ചു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈമാന് 2 വിവക്ഷയുണ്ട്. ഒന്ന് 6 ഈമാൻ കാര്യങ്ങളാണ്. അതെന്തായാലും എനിക്കുണ്ട്. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് തുടങ്ങി പരിശുദ്ധമായ ദീനിന്റെ സ്തംഭങ്ങളെ എണ്ണിപ്പറയുന്ന, ഈമാനിന്റെ സ്തംഭങ്ങളെ എണ്ണിപ്പറയുന്ന 6 കാര്യങ്ങൾ അതെനിക്കുണ്ട്. എന്നാൽ ഖുർആൻ മുഅ്മിനീങ്ങളുടെ അടയാളമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 70-ലധികം ശാഖകൾ. അവയൊക്കെ കൂടി എനിക്കുണ്ട് എന്ന് എനിക്കുറപ്പില്ല എന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഈമാന്റെ വിഷയത്തിൽ ഇങ്ങനെയായിരുന്നു. നമ്മളെ വിചാരം നമ്മൾ വലിയ തികഞ്ഞ ആളുകളാണ്, നമുക്കൊക്കെ ഈമാന് മുഴുവനുണ്ട്, ഈമാന് ഏറ്റിട്ടാണ് നമ്മളൊക്കെ നടക്കുന്നത് എന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു വരെ, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തസവ്വുഫിന്റെ അങ്ങേത്തല കണ്ട മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു കണ്ട കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന സൂഫി വര്യന്മാരുടെയൊക്കെ അവസാനത്തെ കണ്ണിപ്പോയി ചേരുന്ന മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, ഈമാൻ കാര്യങ്ങൾ 6 ഈമാൻ കാര്യങ്ങൾ ഒരു വകണ്ട്. അതെന്തായാലും എനിക്കുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുക, അന്ത്യനാൾ കൊണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. റസൂലിൽ, പിന്നെ അതുപോലെ മലക്കുകളിൽ വിശ്വസിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതെനിക്കുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ മുഅ്മിനീന്റെ അടയാളമായി പറഞ്ഞ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, അത്തരത്തിലുള്ള ഈമാനുണ്ടോ എന്നറിയില്ല എന്ന് ആര് ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീനിന്റെ പ്രഭ ലോകർക്ക് എത്തിച്ചു കൊടുത്ത മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഈമാന്റെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു മഹാന്മാരുടെ ചിന്ത, അല്ലേ? ഈമാൻ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ എല്ലാ ഇബാദത്തും ഈമാൻ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. നമ്മുടെ കൽബിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഈമാൻ എടുത്തു കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കുടുംബബന്ധം താറുമാറാകും. മുസ്ലിം ഭവനം എന്ന ഈ ഒരു തലക്കെട്ടിന് കീഴിൽ പറയുമ്പോൾ ഏറെ പറയാനുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ഈമാൻ എടുത്ത് കളയുമ്പോ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകും, വിഘാതങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലേ? ഈമാനെ നേരിട്ടെടുത്ത് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ, പിശാച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നേരെ ഈമാൻ എടുത്ത് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി, അത് നമ്മുടെ സൽക്കർമ്മങ്ങൾ കുറക്കാൻ വേണ്ടി, നമ്മൾ ദുഷിച്ച കർമ്മങ്ങൾ കൊണ്ടുപോയി നമ്മുടെ ഈമാനിനെ തള്ളി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. മനുഷ്യനങ്ങട്ട് അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മയെ അങ്ങോട്ട് മറപ്പിച്ചു കളയുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ, നമ്മുടെ ഭവനത്തിലെ ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ ഈമാൻ നശിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ചുറ്റുണ്ട്. അതിലവർ പെടാതിരിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ ശക്തമായ വിശ്വാസം വേണം. വിശ്വാസം വരണമെങ്കിലാണ് അറിവിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. വിശ്വാസകാര്യങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം വേണം, അല്ലേ? കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹശ്റിന്റെ 10-ാമത്തെ വചനം. ഇബ്ലീസ് വന്നു കണ്ട് പറയും, പിശാച് വന്ന് പറയും, ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, കുഫറായിക്കളെ, കാഫിറായിക്കളെ എന്ന് പിശാച് ഇങ്ങനെ എപ്പോഴും തോന്നിച്ചുകൊണ്ടേയിരിക്കും. ഫലമ്മാ കഫർ, ഈ മനുഷ്യൻ കാഫിറായി കഴിഞ്ഞാൽ ഇന്നി ബരീഉം മിൻക, പിശാച് അങ്ങോട്ട് ഒഴിഞ്ഞു പോകും, പിശാച് കൈയൊഴിയും, ഞാനൊന്നും അറിയില്ല എന്ന രീതിയിൽ പിശാച് കഴിഞ്ഞു പോകും. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ എന്ന് പിശാച് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെയാണ് പിശാച് നമ്മളടുത്ത് വരും, എന്നിട്ട് ചോദിക്കും, ഇങ്ങനെ സൃഷ്ടിച്ചതാരാണ്, ഇങ്ങനെ പടച്ചതാരാണ്, അവസാനം നിന്റെ രക്ഷിതാവിനെ സൃഷ്ടിച്ചതാരാണ്? അവിടെ എത്തിയാൽ അള്ളാഹുവോടവൻ പിന്നെ എതിരായി പറയുകയൊക്കെ ചെയ്യും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം റളിയല്ലാഹു അൻഹു ഒക്കെ ഇക്കാര്യം വളരെ വിശദമായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇബ്ലീസ് മരണസമയം വരെ വരുമെന്നാണ്.
അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതൽ ഭാഗത്ത് കിടക്കുന്നില്ല. ഏതായാലും വഴിതെറ്റിക്കാനുള്ള ശ്രമം പിശാചിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കും. പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ലേ? ഇങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ അറിവുള്ളവരായി തീരണം. പിശാചിനെ പ്രതിരോധിക്കാൻ നമ്മൾ ദീനിയാത്ത് പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിന്റെ വാജിബായ സിഫത്തുകൾ. അതുറച്ചൊരാൾക്ക് പോലും പിശാചിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറാൻ പറ്റില്ല, പതറൂല അവന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാണെന്നും അവൻ ആദ്യമില്ല എന്നും അവൻ വിശ്വസിച്ചു കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത്. അല്ലേ? ഇന്നത്തെ തലമുറയെ വഞ്ചിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അഥവാ അള്ളാഹുവിന്റെ അടിമയായാൽ മോചനമില്ലെന്നും ശരിക്കും മോചനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ മക്കളാകണമെന്നും ഏകജാതനായ യേശുവിൽ വിശ്വസിക്കണമെന്നും അവനോട് പറയുമ്പോൾ അങ്ങനെ അവൻ കുടുങ്ങാതിരിക്കുകയും ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മുസ്തഹീലായ സിഫത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അള്ളാന്റെ അടിമയായാലും മോചനം ഉണ്ടാവില്ല ശരിക്ക്. അപ്പൊ ശരിക്കൊരു മോചനം ഉണ്ടാകണമെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികളൊക്കെ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ മക്കളാകണം എന്നൊക്കെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം. ഇഖ്ലാസ് പറയുന്നത് എന്താണെന്ന് തൗഹീദ് പറയുന്ന പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ തങ്ങൾ പറയുക, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലേ? അല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സമദ്. അല്ലാഹു പിന്നെ മറ്റാരെയും ആശ്രയിക്കാത്തവനാണ്. ലം യലിദ്, അല്ലാഹു പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, റബ്ബിനോട് സമാനപ്പെട്ട ആള് വേറെ ആരുമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പോഴാണ് അതിനെ ഖുൽ ഹുവല്ലാഹ് പഠിക്കണം. അറിവ് അതുണ്ടായിരിക്കണം. എന്താണ് ഖുൽ ഹുവല്ലാഹ് പറയുന്നത് എന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാകണ്ടേ? അപ്പോഴല്ലേ നമ്മുടെ വീട് യഥാർത്ഥത്തിലുള്ളൊരു വീടാവുകയുള്ളൂ. അറിവുള്ള ഒരാള് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴേ യഥാർത്ഥത്തിലുള്ള വീട് അത് വീടാവുകയുള്ളൂ. ദീനിന്റെ ചിട്ടകളിൽ പോകുന്ന ഒരു വീട് നമ്മുടെ വീടായി മാറി തീരുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ചോദ്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഖുർആനിൽ 4 സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. അല്ലേ? 4 സ്ഥലത്തല്ലേ പറഞ്ഞിട്ടുള്ളത്? ഖുർആനിൽ 4 സ്ഥലത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. റസൂലുള്ളാഹിയുടെ പേര് 4 സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനികളൊക്കെ പറയുന്ന യേശുവിന്റെ പേര് 25 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണമെങ്കിൽ, അതറിയണമെങ്കിൽ, അതിനെക്കുറിച്ച് അവന് മറുപടി പറയണമെങ്കിൽ അവന് സീറയും താരീഖൊക്കെ പഠിച്ചിരിക്കണ്ടേ? അത് പഠിച്ച ആള് പറയും, അറിവുള്ളയാള് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അഷ്റഫുൽ ഖൽഖാൻ, എല്ലാ പ്രവാചകന്മാരുടെയും സൃഷ്ടിപ്പിന് കാരണദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണെന്ന് പറയാൻ പറ്റണം. ഈസാ നബി അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും നഫ്സി നഫ്സി എന്ന് വിലപിക്കുമ്പോ ആദ്യം ശഫാഅത്ത് ചെയ്യുന്നത് സയ്യിദുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നും അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതറിവുണ്ടാകുമ്പോഴാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചത് കൊണ്ട് മാത്രമാണ് പേര് പറയാത്തത്. മറിച്ച് നബിയെ പറ്റി പറയുമ്പോ യാ അയ്യുഹൻ നബി അല്ലെങ്കിൽ യാ അയ്യുഹർ റസൂൽ എന്നൊക്കെ ആദരിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനില് വിളിക്കുക എന്നും കൂടി ആള് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോ ഇതൊക്കെ പറയണമെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ ചിന്താധാരകളിൽ മനുഷ്യൻ പെടാതിരിക്കാൻ അറിവുണ്ടാകണം. അറിവില്ലായ്മ ഉണ്ടാകുമ്പോ നമ്മുടെ വീടുകളിൽ സലാഹ് ഇല്ലാതാകും. നമ്മുടെ വീട്ടിൽ നിന്ന് സലാഹ് ഇല്ലാതാകും, നന്മയില്ലാതാകും, ഖൈറില്ലാതാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ? കൂടുതൽ പേര് പറയലാണ് പരിശുദ്ധമായ ഖുർആനിൽ, കൂടുതൽ പേര് പറയലാണ് അത്ര വലിയ മഹത്വമെങ്കിൽ പിശാചിന്റെ പേര് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ഇബ്ലീസിന്റെ വട്ടം പറഞ്ഞിട്ടുണ്ട്. ശൈത്താന്റെ പേര് പിന്നെ 68 സ്ഥലത്തോളം പറഞ്ഞിട്ടില്ലേ? ശയാത്തീന് 17 വട്ടം പറഞ്ഞിട്ടില്ലേ പരിശുദ്ധമായ ഖുർആനിൽ? ഇബ്ലീസിന് 11 വട്ടം പറഞ്ഞിട്ടില്ലേ? പേര് കൂടുതൽ പറയൽക്കൊണ്ടൊരിക്കലും അയാൾ നന്നായിക്കൊള്ളണമെന്നില്ലാന്ന് പറയാൻ അറിവുള്ള ഒരാളായി തീരണ്ടേ ഈ മനുഷ്യൻ. അതുകൊണ്ട് ഇനി യുക്തിവാദിയായ ഒരാളോ നിരീശ്വരവാദിയായ ആളോ ഇവന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാണ്,
സത്യത്തിൽ സൃഷ്ടിപ്പിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. പിന്നെ അവരുടെ ഭൗതികമായ അവതരണ പ്രകാരം ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, 2 നൈട്രജനും പിന്നെ ഒരു ഓക്സിജനും അല്ലെ, H2O, പിന്നെ വെള്ളം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുക്കളെയൊക്കെ പടച്ചത് അല്ലാഹുവാണ് എന്ന് പറയാനുള്ള ഒരു കഴിവ്. അല്ലാഹു ഖാലിഖുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ കാര്യങ്ങളെയൊക്കെ പടച്ചു പരിപാലിക്കുന്നത് എന്ന് പറയാൻ കാണിക്കുന്ന ഒരു തന്റെ ഇടം. അതെപ്പോഴാണ് വരല്? സത്യത്തിൽ അറിവുണ്ടാകുമ്പോഴാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ മദ്രസാ പ്രസ്ഥാനങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ദീനി വിജ്ഞാന രംഗത്ത് നമ്മൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ചെറിയൊരു അവസരം കിട്ടി. പട്ടിക്കാട് ജാമിഅ അനൂരിയയുടെ ദർസ് ഫെസ്റ്റിന് ജൂറിയായിരിക്കാൻ അവസരം കിട്ടി. അൽഹംദുലില്ലാഹ് ഞാനിങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് ചിന്തിച്ചു, ദീനീപരമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പരിശുദ്ധമായ ദീനിന്റെ പ്രഭ വളരെ മനോഹരമായി നമ്മുടെ നാട്ടിൽ അതിങ്ങനെ പ്രജ്വലിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ച. തലേക്കെട്ട് മുസ്ലിയാര് തപ്പിയിട്ടയാള് ഇംഗ്ലീഷും അറബിയും ഉറുദുവും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ശാസ്ത്രവും മതവുമൊക്കെ ഇഴചേർത്ത് വളരെ മനോഹരമായി അവതരിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ ഏറെ ഊറ്റം കൊള്ളേണ്ടിയിരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് ഇതിനൊക്കെ പിന്നിൽ നിദാനമായി വർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു മുസ്ലിം ഭവനം എന്ന തലക്കെട്ടിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുസ്ലിം ഭവനം ഉണ്ടാകണമെങ്കിൽ അവിടെ അറിവുള്ള ആളുകൾ ഉണ്ടായിരിക്കണം, വിജ്ഞാനമുള്ള ആളുകൾ. കേവലം ഒരു പുസ്തകം വായിച്ചുള്ള അറിവല്ല, കേവലം എവിടെ നിന്നെങ്കിലൊക്കെ കേട്ടിട്ടുള്ള അറിവല്ല, ധാർമ്മിക ചിന്തയും ധാർമ്മിക ബോധവും ഉൾക്കൊള്ളുന്ന അറിവ്. റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ദീനിനെ കുറിച്ച്, ധാർമ്മികത എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ അത് വളരെ കഷ്ടാണ്. നമ്മുടെ സമുദായത്തിന്റെ ഒക്കെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൊബൈൽ ദുരന്തങ്ങൾ അതെടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഒരുപാട് ഇനിയും ആ രംഗത്ത് ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ മക്കളായി നമ്മുടെ വരും തലമുറ മാറേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ സന്താനവുമൊക്കെ ദീനുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കണം. എന്നത്ര സാഹചര്യമാണ്. ദീന് പഠിക്കാൻ എത്ര സാഹചര്യങ്ങളാണ് ലോകോത്തര നിലവാരത്തിൽ നമ്മളൊക്കെ പരിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എത്രയെത്ര സംവിധാനങ്ങളുണ്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയിട്ടാക്കാൻ. കഴിഞ്ഞ തലമുറയില് അറിയാം, വിജ്ഞാനം കുറഞ്ഞ ആളുകളായിരുന്നു, പക്ഷേ അവിടെയൊക്കെ അള്ളാനെ കുറിച്ചുള്ള ഭയഭക്തി ധാരാളം ഉണ്ടായിരുന്നു. ദീനീബോധം ലഭിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് അല്ലേ? ഒരാൾക്ക് ദീനീബോധം ലഭിക്കാൻ ഒരുപാട് ഒന്നിപ്പോ പ്രേരണകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ? പൊതുസമൂഹം പ്രേരിപ്പിക്കുക, മാതാപിതാക്കളുടെ പ്രേരണ, അതുപോലെ കൂട്ടുകാരുടെ പ്രേരണ, നന്മ പ്രേരിപ്പിക്കുന്ന അധ്യാപകന്മാര്, ഉസ്താദുമാര്, ധർമ്മം പ്രസരിപ്പിക്കുന്ന നമ്മുടെ മദ്രസകള്, ദീനീ മജ്ലിസുകൾ, അതൊക്കെ നമുക്ക് ദീന് പകർന്ന് പഠിക്കാനുള്ള സോഴ്സുകളാണ്. ഈ സോഴ്സുകളെയൊക്കെയാണ് നമ്മൾ ഒരു മാനവവിഭവശേഷിയൊക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളായിത്തീരുന്നത്. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അൻ അഖീമുദ്ദീന, ദീന നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തരിലും ഉണ്ടാകുന്നത്. കുടുംബം നന്നാവൻ അതുവഴിയാണ്. നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ സത്യത്തിൽ ദീനിന്റെ ഒരു കുറവ് വല്ലാതെ കാണുന്നുണ്ട്. ദീനിന്റെ കുറവ് കാണുന്നത്. ഒരു ഉമ്മ നന്നായാല് ഒരു ഉമ്മത്ത് നന്നായി എന്നാണ് പറയാറുള്ളത് അല്ലെ? അല്ലുമ്മു മദ്രസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി അല്ലെ? അഹ്മദ് ഷൗഖി പാടിയതാണ്. അൽ ഉമ്മു മദ്രസത്തുൻ ഇദാ അഅദത്തഹാ. ഉമ്മ എന്ന് പറയുന്നത് ഒരു കലാലയമാണ്. നീ അതിനെ വേണ്ട രീതിയിൽ ഒരുക്കി കഴിഞ്ഞാൽ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി, നല്ല വേരുള്ള, നല്ല വളക്കൂറുള്ള ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ നിനക്ക് വാർത്തെടുക്കാൻ പറ്റുമെന്ന്. ഉമ്മ നന്നായാൽ ഒരു ഉമ്മത്ത് അങ്ങോട്ട് നന്നാകും. നമ്മുടെ കുടുംബം നന്നാവണമെങ്കിൽ അറിവുള്ള ഒരു ഉമ്മ ഒരു കുടുംബത്തിലുണ്ടായാൽ മതി. ഒരു മുസ്ലിം വീട്ടിൽ ഒരു ദീനീ ബോധമുള്ള, ദീനീ ചിട്ടയുള്ള, അള്ളാനെ പേടിയുള്ള, അള്ളാനെ കുറിച്ച് അറിവുള്ള
വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ള ഒരു ഉമ്മ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കുടുംബം വിജയിച്ചു കഴിഞ്ഞു. ഈ ഇന്നത്തെ ചർച്ചയുടെ ആദ്യപടിയായി അറിവ്, അതാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. മഹാന്മാരൊക്കെ അറിവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ഏതൊക്കെ തരത്തിൽ അവർ ചെലവഴിച്ചു എന്നൊക്കെ നമ്മൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഒരുപാട് ആളുകൾ, മഹാന്മാരായ പണ്ഡിതന്മാരും സഹാബത്തെ കിറാമൊക്കെ എന്തൊക്കെയാണ്. മഹാനായ സഹീൽ ബിൻ മുഹമ്മദ് ബിൻ ഉസ്മാൻ നഹ്വി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം അബൂ ഹാത്തിം സിജിസ്താനി റളിയല്ലാഹു അൻഹു തൊട്ട് പറയുകയാണ്, വരിസ നബിഹി 100,000 ദീനാരിൻ അൻഫഖഹാ ഫീ തലബിൽ ഇൽം. വാപ്പാന്റെ അടുത്തുനിന്ന് 100,000 എന്ന് പറഞ്ഞാൽ എത്രയാ? 100,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത്രയും ദീനാറ് അള്ളാന്റെ മാർഗത്തിൽ ദീന് പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചിരുന്നു. നമ്മൾ എത്ര ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാറുള്ളത്? ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ എത്രയാണ് ചെലവഴിക്കാറുള്ളത്? പരമാവധി നാട്ടിലെ ആഭാസങ്ങൾക്കും പേക്കൂത്തുകൾക്കും ഒക്കെ നമ്മൾ അരങ്ങൊരുക്കിയിട്ട് നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ, ദീനിന്റെ മാർഗത്തിൽ സഹായിക്കാൻ ആളില്ലാതെ ദീന് ഉയർത്തപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കണം. നമ്മുടെ സമൂഹത്തിൽ ഉന്നതമായ രീതിയിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ പാഠ്യ പദ്ധതികളിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഭവനം മുസ്ലിം ഭവനമായി തീരുന്നത്. അറിവുള്ള ആളുകൾ വളർന്നു വരണം നമ്മുടെ സമുദായത്തിൽ നിന്ന്. മഹാന്മാരൊക്കെ പറയുകയാണ്, അറിവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി അവസാനം എന്റെ കയ്യിൽ ഒന്നുമില്ലാഞ്ഞിട്ട് എന്റെ ഉമ്മ ഭക്ഷണം കഴിച്ച് അവസാനം വെള്ളം ഒഴിച്ച് സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു തൊട്ടിപ്പാത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വാഷ് ബേസിൻ. ഈ വാഷ് ബേസിൻ വിറ്റിട്ടാണ് ഞാൻ എന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് മഹാനായ ശഅബത്ത് ബിനുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ മുഹമ്മദ് ബിനുൽ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തറക അബി 30,000 ദിർഹമിൻ, എനിക്ക് വേണ്ടി 30,000 ദിർഹം ബാപ്പ എടുത്തു വച്ചിരുന്നു. എന്നിട്ടോ ഫഅൻഫഖതു 15,000 അല നഹ്വി വശഅർ, നഹ്വ് പഠിക്കാൻ, കവിത പഠിക്കാനൊക്കെ ഞാൻ ചെലവഴിച്ചത് അതിലെ 15,000 ഹദീസ് പഠിക്കാൻ, ഫിഖ്ഹ് പഠിക്കാൻ, അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ചെലവഴിച്ചത് വീണ്ടും 15,000 എന്ന് മഹാനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മളൊക്കെ അറിവിന്റെ മാർഗത്തിൽ എത്രത്തോളം ചെലവഴിക്കാറുള്ളത്? അറിവിന്റെ മാർഗത്തിൽ നമ്മൾ ഇനിയും ചെലവഴിക്കണം. അറിവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഇനിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളെ പറഞ്ഞയക്കണം. അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ സമുദായത്തിലെ, നമ്മുടെ വീടുകളിലെ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാവുകയുള്ളൂ. അള്ളാഹിനെ കുറിച്ച് ബോധമുള്ള ആളുകൾ എവിടെയുണ്ടോ അവിടെ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങും. അതുകൊണ്ട് മുസ്ലിം ഭവനം എന്ന ഇന്നത്തെ ഈ തുടക്കത്തിൽ അറിവിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. അറിവുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. ഇൻഷാ അള്ളാഹ് വീട് എന്നത് ഒരു അനിവാര്യതയാണ്. അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച്, വീട് ഒരു അനിവാര്യതയാണോ എന്നതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും അറിവിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അറിവുള്ളവരെ, ദീനീ ബോധമുള്ള, കേവലം ഡോക്ടർമാരും എഞ്ചിനീയർമാരാക്കുന്നത് പകരം ദീനറിയുന്ന ആളുകളെ, ഹഖറിയുന്ന ആളുകളെ, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആ രംഗത്തേക്കൊക്കെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള മെമ്പർമാരെ നമ്മൾ അയക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഉത്തമ സമുദായമായി, ഉത്തമ കുടുംബമായി, മാതൃകാ ഭവനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭവനങ്ങളെയൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിശദമായ ചർച്ചകൾ ഈ ഒരു വിഷയത്തിൽ തന്നെ, വീടൊരു അനിവാര്യതയാണോ എന്ന വിഷയത്തിനെ കുറിച്ചൊക്കെ നമുക്ക് സുദീർഘമായി അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമുക്ക് സംസാരിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ تفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم احينا على الكتاب والسنة وأمتنا في
ليلة الجمعة أو في نهارها يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. أشكركم على حسن استماعكم ومتابعتكم وأوصيكم بالدعاء في كل الأوان وآخر دعوتي أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട